അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹിജാബി, എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അതെ, എൻ്റെ എണ്ണ പറ്റിയ ജീവിതം പോലെയായിരുന്നു ആ നിമിഷങ്ങൾ. എനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത നിമിഷം. അല്ല, എന്നിട്ട് എന്തായി? അതല്ല, അന്ന് സ്കൂൾ കഴിഞ്ഞ് നേരെ എങ്ങോട്ടാ പോയത്? അതെ, അന്ന് ഞാൻ കോളേജ് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പ്രണയം ചിലർക്കതൊരു പൂന്തോട്ടമാണ്, എന്നാൽ മറ്റു ചിലർക്കോ വലിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയാണ്. കോളേജ് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് മറ്റെങ്ങോട്ടുമല്ലായിരുന്നു, പിന്നെ ഗ്രാമത്തിൻ്റെ ആ കോണിലുള്ള ഒരു ചെറിയ ഓലമേഞ്ഞ കുടിലിൻ്റെ മുമ്പിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ തീയായിരുന്നു. ഉമ്മ ഇറക്കി വിട്ട മായ. പ്രണയം തോന്നിയത് ഇത്ര വലിയ തെറ്റാണോ? ഞാനൊരു മനുഷ്യനല്ലേ. മനസ്സിനെ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. എന്താ ചെയ്യാം, അവളോട് അടങ്ങാത്തൊരു പ്രണയം തോന്നി എനിക്ക്. എന്തു വന്നാലും വേണ്ടില്ല, അവൾ ഒന്നുകൂടി കണ്ടേ മതിയാവും എന്ന ഒറ്റ വാശിയിലാണ് ഞാൻ അവിടേക്ക് എത്തിയത്. മായയുടെ വീടിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജസീറിൻ്റെ നെഞ്ച് പിടക്കുകയായിരുന്നു. ശരിക്കും പാവം തോന്നും ആ കാഴ്ച കണ്ടാൽ. ഒരു ചെറിയ ഓലമീഞ്ഞ കൊച്ചുകൂര, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ആ കുടിലിലാണ് മായയും അമ്മയും കഴിയുന്നത്. മായയുടെ അമ്മ വർഷങ്ങളായി ജസീറിൻ്റെ തറവാട്ട് വീട്ടിലെ വേലക്കാരിയാണ്. ചെറുപ്പം മുതലേ അമ്മയുടെ കൂടെ മായയും വലിയ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. അന്ന് അവരൊരുമിച്ച് മുറ്റത്ത് കളിച്ച് നടക്കുന്ന കാലം. എന്നാൽ വളർന്നു വലുതായപ്പോൾ മായ മാറിയിരിക്കുന്നു. അവളുടെ സൗന്ദര്യം, പഠിച്ചോനെ, ആ തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു മൊഞ്ചായിരുന്നു. അതെ, ജസീർ ഇട്ടുകൊടുത്ത തട്ടം, അത് വളരെയധികം മൊഞ്ച് തോന്നിയിരുന്നു. അവളുടെ ആ നിരപ്പുള്ള പല്ലുകളും അവളുടെ ആ മനോഹരമായ ആ മുടിയും, സത്യം പറഞ്ഞാൽ എന്തെന്നറിയില്ല, വല്ലാത്തൊരു മൊഞ്ചായിരുന്നു. നിഷ്കളങ്കമായ കണ്ണുകളും ജസീറിൻ്റെ ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയാം. പഠിച്ചോനെ, അറിയാതെ അവളിലേക്ക് അടുത്തു പോയി. ജസീറിന് വേണമെങ്കിൽ അവളുടെ കുടുംബത്തെ സഹായിക്കാം. ആ കൊച്ചു കുടിൽ പൊളിച്ച് അവിടെ മനോഹരമായൊരു ഓടിട്ട വീടെങ്കിലും പണിത് കൊടുക്കാം. പക്ഷേ അവൻ ഇപ്പോഴും പഠിക്കുകയാണ്. തറവാട്ടിലെ മുഴുവൻ സ്വത്തുക്കളും പണവും ഇപ്പോഴും ഉമ്മയുടെ കസ്റ്റഡിയിലാണ്. ഉമ്മയുടെ സമ്മതമില്ലാതെ ഒരു രൂപ പോലും അവൻ വിചാരിച്ചാൽ എടുക്കാൻ പറ്റില്ല. എങ്കിലും എത്രയോ വർഷങ്ങളായി തൻ്റെ വീട്ടിൽ അധ്വാനിക്കുന്ന ആ പാവങ്ങൾക്ക് ഒരു നല്ല വീടുണ്ടാക്കി കൊടുക്കുവാൻ അവന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അതിനേക്കാളേറെ ആ വീട്ടിൽ വെളിച്ചമായ മായയെ സ്വന്തമാക്കുവാനും. കൈകൾ വിറച്ചുകൊണ്ട് അവൻ ആ ഓലപ്പുരയുടെ വാതിൽ അതാ പതുക്കെ മുട്ടി. മായ, മായ. ആ ഒരു വാതിലിൻ്റെ മുട്ടൽ അത് അകത്തേക്ക് കേൾക്കുന്നു. വസ്ത്രങ്ങൾ തുന്നുന്ന ജോലിയായിരുന്നു അവൾക്ക്. തുന്നൽ അവൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. എത്ര ബുദ്ധിമുട്ടുള്ള മോഡലും അവൾ തുന്നിയെടുക്കും. ആ സമയം ജസീറിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കയ്യിലിരുന്ന സൂചിയും നൂലും താഴെ വീണു. മായ സ്വയം പറയുന്നത് പോലെ, പഠിച്ചോനെ, ഇത് ജസീർക്കയുടെ ശബ്ദമാണല്ലോ. ഈ നേരത്തെ ഇങ്ങോട്ട്. അവൾ പതുക്കെ വാതിൽ തുറന്നു. ജസീർക്ക. കുളി കഴിഞ്ഞ് അഴിച്ചിട്ട നീളൻ മുടിയഴക് മായയുടെ ആ സൗന്ദര്യം കണ്ട് ജസീർ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയി. മായ പരിഭ്രമത്തോടെ, ദൈവമേ, ഇക്കയോ, എന്ത് ഇങ്ങോട്ടിപ്പോൾ വന്നത്? മായ, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ കഴിയില്ലടേ. സത്യം പറഞ്ഞാൽ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. പഠിച്ചോനെ, ആരെങ്കിലും കാണും. ജസീർക്ക, പ്ലീസ്, എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നത്? എൻ്റെ അമ്മ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് പോയിരിക്കല്ലേ. ഈ സമയത്ത് ഇക്കവിടെ നിൽക്കുന്നത് കണ്ടാൽ ആൾക്കാരെന്തൊക്കെ പറയും? ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല മായ. നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എനിക്ക് അത്രക്കും ഇഷ്ടമാണ് നിന്നെ. അവൻ്റെ വാക്കുകളിലെ സത്യസന്ധതയും സങ്കടവും കണ്ട് മായയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവർക്കിടയിലെ പണത്തിൻ്റെയും പദവിയുടെയും വലിയൊരു മതിൽക്കെട്ട്, ജാതിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ട് അവർക്ക് മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അതാ വാതിൽ അവൾ ശരിക്കു തുറന്നതും കാറ്റിൻ്റെ വേഗതയോടെ ജസീർ അകത്തേക്ക് കയറി വാതിലടച്ചു.
മായ അപ്പോഴും പരിഭ്രമത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. കുളി കഴിഞ്ഞു വന്നതേ ഉള്ളൂ അവൾ. അവളുടെ നീണ്ട മുടികളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഓരോന്നായി താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ കാഴ്ച ജസീറിൻ്റെ കൺമുമ്പിൽ വല്ലാത്തൊരു അനുഭവമായിരുന്നു സമ്മാനിച്ചത്. സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായൊരു നിമിഷം. മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ജസീർ യാതൊരു മടിയും കൂടാതെ മായയെ ചേർത്ത് പിടിച്ചു. മായ വെറുക്കുന്ന ശബ്ദത്തോടെ, അയ്യോ വേണ്ടിക്ക, പ്ലീസ്, ആരെങ്കിലും വരും, ഇത് ആരെങ്കിലും കണ്ടു പറഞ്ഞാൽ. ജസീർ അവളുടെ കണ്ണുകളിൽ നോക്കി, ഇല്ല മായ, നീ എൻ്റെ പെണ്ണാണ്, ജസീറിൻ്റെ മാത്രം പെണ്ണ്. ലോകത്ത് ആരെതിർത്താലും ശരി, ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ ഞാൻ എൻ്റേതാക്കും, അതിനെന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ശരി. അവളുടെ പേടിച്ചിരണ്ട കവിളുകളിൽ തഴുകിക്കൊണ്ട് ജസീർ വീണ്ടും പറഞ്ഞു, ഈ തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടിയെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആരും നിന്നെ എന്നിൽ നിന്ന് അകറ്റില്ല മായ. മായയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണീർ പൊഴിഞ്ഞു. ഇത്രയും കാലം ഉള്ളിലൊടുക്കിയ പേടിയും സങ്കടവുമെല്ലാം ആ നിമിഷത്തിൽ അലിഞ്ഞുപോയി. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കേവലം മുതലാളിയുടെ മകനല്ല, തന്നെ എത്രമേൽ സ്നേഹിക്കുന്ന, തനിക്കായി ലോകത്തോടും എതിർക്കാൻ മടിക്കാത്ത സ്വന്തം മിക്കിയാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. ആ കൊച്ചുകുടലിനുള്ളിൽ സമയം നിശ്ചലമായതുപോലെ തോന്നി. അവളുടെ പേടിയും വിറയലും മാറും മുൻപേ ജസീർ ഒന്നുകൂടെ അവളെ ആഴത്തിൽ ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിലും കവിളുകളിലും അവൻ തുരുതുരെ ചുംബനങ്ങൾ അർപ്പിച്ചു. ആ നിമിഷങ്ങളിൽ അവളുടെ ഉള്ളിലെ സകല ഭയങ്ങളും പ്രണയത്തിൻ്റെ ആഴത്തിൽ അലിഞ്ഞു പോവുകയായിരുന്നു. അവളുടെ കാതുകളോട് ചേർന്ന് നിന്ന് നെഞ്ചിൻ്റെ മിടിപ്പ് തൊട്ടെറിഞ്ഞുകൊണ്ട് ജസീർ ആ സ്വകാര്യം മെല്ലെ പറഞ്ഞു, മായ, നീ എനിക്ക് വെറുമൊരു പെണ്ണല്ല, നീ എൻ്റെ ആയുഷയായി വരും. എൻ്റെ ആയുഷ, ജസീറിൻ്റെ ആയുഷ. ആ പേര് പറയുമ്പോൾ എന്ത് നല്ല ചേർച്ചയാണല്ലേ. ജസീറും ആയുഷയും. അവൻ്റെ ഓരോ വാക്കും കേട്ട് മായയുടെ ഉടലാകെ ഒരു പുളകം തരംഗമായി പടർന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ജസീർ വീണ്ടും ആഗ്രഹങ്ങളൊന്നായി പങ്കുവച്ചു. നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുപോകുമായ, നീ എൻ്റെ മക്കളെ പ്രസവിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാകണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ആ പുളിക്കൽ തറവാടിൻ്റെ വലിയ വീട്ടുമുറ്റത്ത് ജസീറിൻ്റെ ഭാര്യയായി ആയിഷയായി നീ വാഴണം. എനിക്ക് വേറെ ഒന്നും വേണ്ടടി. അവൻ്റെ വാക്കുകളിൽ ആത്മാർത്ഥത കേട്ട് മായയുടെ മനസ്സിൽ ഒരു വശത്ത് സന്തോഷത്തിൻ്റെ കടലിരമ്പി. എന്നാൽ മറുവശത്ത് ആ വലിയ പുളിക്കൽ തറവാടും അവിടെയുള്ള അന്തസ്സും ജസീറിൻ്റെ ഉമ്മയുടെ കടുപ്പമുള്ള സ്വഭാവമെല്ലാം ഓർത്ത് അവളിൽ ചെറിയൊരു ഭയവും നിഴലിച്ചു. മായ തളർച്ചയോടെ ജസീറിൻ്റെ നെഞ്ചിലേക്ക് തല ചാഴ്ച്ചു. അവളുടെ നനഞ്ഞ മുടിയിഴകളുടെ മണം അവൻ ആവോളം ശ്വസിച്ചു. ഇക്ക, കേൾക്കാൻ ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ആ വലിയ തറവാട്ടിലെ ഉമ്മ എന്നെ ഏത് രൂപത്തിൽ സ്വീകരിക്കും? നമ്മൾ തമ്മിൽ പണത്തിലും പദവിയിലും ഒരുപാട് വ്യത്യാസമില്ലേ? ഞാൻ ഈ ചെറിയ ഓലപ്പുരയിലെ ഒരു പാവം തുന്നൽക്കാരിയായി മാത്രമല്ലേ? അതെ, ഒരിക്കലും നിങ്ങൾ ഉമ്മാക്ക് എന്നെ ഇഷ്ടപ്പെടില്ല. വെറുതെ മോഹിക്കണ്ടല്ലോ. ജസീർ പെട്ടെന്ന്, മതി, ഇനി ആ പണത്തിൻ്റെ കണക്ക് എൻ്റെ മുമ്പിൽ പറയരുത്. എനിക്ക് പണമല്ല, നിൻ്റെ ഈ പവിത്രമായ സ്നേഹമാണ് വലുത്. ഈ ജസീർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. പ്രണയം അത് ഒരുമിച്ച് ജീവിക്കലാണ്. അതിനെ ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാൻ നിന്നെ കൈവിടില്ല. നിനക്കെന്നെ വിശ്വസിക്കാം. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ എന്നെ? അവളുടെ കണ്ണീർ തുള്ളികൾ ജസീർ സ്വന്തം കൈകളാൽ തുടച്ചു കൊടുത്തു. എനിക്കറിയാൻ പാടില്ലെന്ന വാഗ്ദാനവും നൽകി. അവളുടെ നെറ്റിയിൽ ഒരിക്കൽ കൂടി തഴുകി അവൻ ഇറങ്ങാനൊരുങ്ങി. പുറത്ത് സന്ധ്യ മയങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ആ കൊച്ചുകുടലിൻ്റെ വാതിൽക്കൽ നിന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തട്ടമിട്ട് കണ്ണുകളിൽ പ്രണയവും പ്രതീക്ഷയുമായി നിൽക്കുന്ന തൻ്റെ ആയിഷയെയാണ് അവൻ കണ്ടത്. പുളിക്കൽ തറവാട്ടിലേക്ക് അവളെ ഒരു രാജ്ഞിയായി ആനയിക്കുന്ന ആ സുദിനത്തിനായി പ്രണയത്തിൻ്റെ പുതിയൊരു പോരാട്ടത്തിന് ജസീർ തുടക്കം കുറിക്കുകയായിരുന്നു. പുളിക്കൽ തറവാടിൻ്റെ മുറ്റത്ത് ഇരുട്ട് കനത്ത് തുടങ്ങിയിരിക്കുന്നു. വരാന്തയിലെ വലിയ തൂണിൽ ചാരി ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയോടെ നടക്കുകയാണ്. ഉമ്മയുടെ മുഖത്ത് ദേഷ്യവും അപമാനവും ഒരേ സമയം നിഴലിക്കുന്നുണ്ടായിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ജസീർ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അപ്പോഴാണ് ഇളയ മകൻ സഫീർ അങ്ങോട്ട് വരുന്നത്. ഉമ്മയുടെ അസ്വസ്ഥത കണ്ട് അവൻ പതുക്കെ അടുത്തേക്ക് ചെന്നു.
ഉമ്മ ദേഷ്യം സഹിക്കാനാവാതെ എവിടെ പോയി കിടക്കാടാ എൻ്റെ ആ ഏട്ടൻ ഒരുമ്പട്ടോന്. കുടുംബത്തെ നാട്ടുകാരുടെ മുന്നിൽ പറയിപ്പിക്കാൻ വേണ്ടി ഓരോ കുരുത്തിക്കേണ്ട് പൊക്കിക്കൊണ്ട് വന്നോളും. അവന് പ്രേമിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലല്ലോ സഫീറെ. എത്ര നല്ല കുടുംബങ്ങളിലെ പെൺകുട്ടികളുണ്ട്. നമുക്കൊന്ന് ആലോചിക്കാനേ. ഓനിപ്പോൾ ഒരു വേലക്കാരിയുടെ മകളെ തന്നെ വേണം. ഉമ്മ പ്ലീസ്. ഉമ്മ എന്തിനിടക്കിടക്ക് ഇതിങ്ങനെ വിളിച്ചു പറയുന്നത്? ആ അടുക്കളയിലാവും ചേച്ചി പണിയെടുക്കുന്നുണ്ട്. ആ പാവ ചേച്ചി ഇതെല്ലാം കേൾക്കുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും ഉമ്മ. കേൾക്കട്ടെടാ, കേൾക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേൾക്കട്ടെ, ഒക്കെ കേൾക്കട്ടെ. മകളുടെ കയ്യിലിരിപ്പേ ഓളൊന്ന് അറിയട്ടെ. ഉമ്മ മായ ചേച്ചിയുടെ അമ്മ ഒരു പാവല്ലേ, എന്തിനാണ് അവര് ഇതൊക്കെ കേൾക്കുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും. ഒന്നും മിണ്ടാതിരിയടാ, എല്ലാം കേൾക്കണം. ഓളെ മോളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഓളും കൂടി അറിയട്ടെ. നല്ല വെടുപ്പിലും വൃത്തിയിലും പണിയെടുക്കണോണ്ട് മാത്രമാണ് ഞാൻ ഓളെ ഇന്നും ഇവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഇതിൻ്റെ പേരിൽ ഒരാളെയും ഇവിടുന്ന് ഓളെയും കൂടി ഇറക്കി വിടാണ് വേണ്ടത് ഇതിൻ്റെ പേരിൽ. സഫീർ ഒരു നിമിഷം. ഉമ്മ അങ്ങനെയൊന്നും പറയില്ല ഉമ്മ. അത് ജസീർഖാൻ്റെ ഉള്ളിൽ. ഉമ്മ ഇടയ്ക്ക് കയറി ദേഷ്യത്തോടെ. നീ ഒന്നും പറയണ്ട സഫീറെ, ഇപ്പോൾ ഒന്നും പറയണ്ട. നീ ഓനെ ന്യായീകരിച്ച് ഇവിടെ വന്ന് സംസാരിക്കാനും ശ്രമിക്കണ്ട, മനസ്സിലായല്ലോ? പുളിക്കൽ തറവാടിനെ മാനം കളയാൻ നടത്തുന്ന ഒരാളുടെയും ന്യായീകരണം ഇവിടെ വേണ്ട. സഫീർ നെഞ്ചു പൊട്ടുന്ന സങ്കടത്തോടെ. ഉമ്മ, നമ്മൾ പണവും തറവാട്ടുമായവയെ നോക്കി മാത്രം മതിയോ? ജസീർക്ക് ചെറുപ്പം മുതലേ മായച്ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിലെന്താ ഇത്ര വലിയ തെറ്റ്? ആ പാവം കുടുംബത്തിൻ്റെ അവസ്ഥ കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതല്ലേ ഉമ്മ ശരിക്കുമുള്ള വലിയ മനസ്സ്. ഇക്കാൻ്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടല്ലേ ഉമ്മ ഓള് ആ തട്ടമിട്ട് നിൽക്കുമ്പോഴുള്ള നിഷ്കളങ്കത ഓൻ കണ്ടത്. പണം നാളെ ഇല്ലാതാകും ഉമ്മ, പക്ഷേ ആത്മാർത്ഥമായ സ്നേഹം. ഉമ്മ എടാ, നിന്റെ ഉപദേശം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. പണവും തറവാട്ട് മഹമയും തന്നെയാണ് ഈ നാട്ടുനടപ്പ്. വേലക്കാരികളുടെ മകളെ ഈ വീടിൻ്റെ മരുമോളാക്കി വാഴിക്കാനേ ഈ നബീസ ജീവിച്ചിരിക്കുന്നോളം കാലം നടക്കൂല കുട്ടിയെ. നീ മിണ്ടാതെ അകത്തേട്ട് പോടാ. സഫീറിൻ്റെ ഉമ്മയോട് കൂടുതലൊന്നും സഫീറിന് ഉമ്മയോട് പറയാൻ കഴിഞ്ഞില്ല. അവൻ സങ്കടത്തോടെ അടുക്കള ഭാഗത്തേക്ക് നോക്കി. അവിടെ ഉമ്മയുടെ വാക്കുകൾ കേട്ട് വിതുമ്പിപ്പോകുന്ന മായയുടെ അമ്മയുടെ നിഴൽ അവൻ കണ്ടു. തൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രണയത്തിനും ഉമ്മയുടെ വാശിക്കും ഇടയിൽപ്പെട്ട് ആ കുടുംബം ഒരു കൊടുങ്കാട്ടിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണെന്ന് സഫീറിന് വ്യക്തമായിരുന്നു. വീടിന് പുറത്ത് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. ജസീർ മടങ്ങിയെത്തിയിരിക്കുന്നു. ഗേറ്റ് കടന്നു വന്ന ജസീർ പൂമുഖത്തെ പടികൾ കയറുമ്പോഴും ഉമ്മ വരാന്തയുടെ നടുവിൽ തടസ്സമായി നിലയുറപ്പിച്ചിരുന്നു. അവരുടെ കണ്ണുകളിൽ ദേഷ്യത്തിൻ്റെ കനൽ എരിയുന്നുണ്ടായിരുന്നു. ജസീർ ഒന്ന് പതറി. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച അവനെ നോക്കി ഉമ്മ തൻ്റെ കനത്ത ശബ്ദത്തിൽ ആക്രോശിച്ചു. ഇടുത്തി പോലുള്ള ശബ്ദത്തിൽ. രണ്ടാലൊരു തീരുമാനം ഉണ്ടായി ഔത്തുക്ക് കയറിയാൽ മതി. എവിടുന്നാടാ അൻ്റെ വരവ്? സത്യം പറയടാ, എവിടേക്കാ കോളേജും കഴിഞ്ഞ് പോയിരുന്നത്? കോളേജ് വിട്ട് വരേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നത്. എൻ്റെ വിചാരണതൊന്നും ഞാൻ നോക്കണില്ലാന്നോ? എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? ജസീർ പതർച്ചയോടെ തൊണ്ട വരണ്ട്. ഉമ്മ, അത് ഞാൻ കോളേജ് കഴിഞ്ഞപ്പോൾ വെറുതെ. എന്താ കോളേജ് കഴിഞ്ഞപ്പോൾ? ഇന്ന് ക്ലാസ്. എടാ കളവ് പറയരുത്. ഉമ്മ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട്. എടാ, നീ എൻ്റെ അടുത്ത് കിടന്ന് ഉരുളണ്ട, മനസ്സിലായല്ലോ? ഒന്നിനും മടിക്കാത്തവളാണ് ഈ നബീസ, മനസ്സിലാക്കിക്കോണം. അടിച്ച് നിന്റെ മുഖം ഞാൻ പരത്തിയിട്ട് മണ്ണെണ്ണ പറഞ്ഞ് തീ കൊടുക്കാനേ എനിക്ക് ഒരു പണിയില്ല, കരുതിക്കോ. ജിന്നോടെ കളി. എന്നെക്കൊണ്ട് അതിനൊക്കെ കഴിയും. ആ ഒരു ഓർമ്മ നിനക്ക് ഉണ്ടായിക്കോട്ടെ. ജസീർ ശരിക്കും ഞെട്ടിപ്പോയി. സ്വന്തം ഉമ്മയുടെ നോക്കിലും വാക്കുകളിലും ഇത്രയും ക്രൂരത അവൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അവൻ ആകെ തകർന്നു പോയി. ജസീർ വിറക്കുന്ന ശബ്ദത്തിൽ. ഉമ്മ, നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഉമ്മ പറഞ്ഞു. എടാ, ഇത് ചോദിക്കാൻ നാണമില്ല നിനക്ക്? എവിടേക്കടാ ഈ പോയത്? ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് എങ്ങാനും ഈ പോയോ? ഞാൻ എൻ്റെ കൂട്ടുകാർ ആ ഓലപ്പുരയിലേക്ക് ഇറങ്ങിപ്പോയതാണ് നീയെ. ഞാൻ നിന്നോടൊരു കാര്യം വ്യക്തമായി പറഞ്ഞേക്കാം. ആ പൂതിയൊക്കെ ഉണ്ടല്ലോ നിന്റെ മനസ്സിലാണ് വെച്ചേക്കണം. അത് പുറത്തെടുക്കാൻ ഈ നബീസ സമ്മതിക്കൂല, മനസ്സിലായോ എനിക്ക്? ഉമ്മ കൂടുതൽ ക്രൂരമായി ദേഷ്യത്തിൽ തുള്ളിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക്. അങ്ങനൊരു ഉദ്ദേശേ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഈ ആയുസ്സിൽ ഇവിടെ നടക്കാൻ പോണില്ല. അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അങ്ങ് വെട്ടി മാറ്റി കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഈ പുളിക്കൽ തറവാട്ടിലേക്ക് നിന്നെ ഞാൻ പിന്നെ കാല് കുത്തിക്കില്ല. ഒരു 5 പൈസ ഈ സ്വത്തുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ തരൂല്ല. നിന്നെ പഠിപ്പിക്കാനും ഈ രൂപത്തിൽ ഞാനിഞ്ഞ് ഒരു 5 പൈസ ചിലവാക്കില്ല, മനസ്സിലായല്ലോ? വഴിയിൽ തെണ്ടേണ്ടി വരും നീ.
അടുക്കള ഭാഗത്ത് നിൽക്കുന്ന മായയുടെ അമ്മയുടെ കരച്ചിൽ ശബ്ദം പതുക്കെ പുറത്തേക്ക് കേൾക്കുമായിരുന്നു. ഉമ്മയുടെ അസഹ്യമായ വാക്കുകൾ അവരുടെ നെഞ്ചകം തകർക്കുകയായിരുന്നു. അത് കേട്ടിട്ട് ഉമ്മയുടെ ദേഷ്യം അടങ്ങിയില്ല. നാട്ടിൽ മാന്യമായി ജീവിക്കുന്ന എത്രയോ നല്ല കുടുംബത്തിലെ പെൺകുട്ടികളുണ്ട്. ആ ഒരു വേശ്യപ്പെണ്ണിനാണോടോ ഇജ് കെട്ടുന്നത്? എന്നാൽ ശരിക്കും അത് കേട്ടപ്പോൾ ജസീറിൻ്റെ കൈകൾ വിറച്ചു. ഉമ്മ, അനാവശ്യം പറയരുത് നിങ്ങൾ. എന്താ അനാവശ്യം? ഓളി ഏതാ എനിക്കറിയോ? എന്നാൽ അടുക്കളയിൽ നിന്ന് മായയുടെ അമ്മ കേൾക്കുന്നു. ഇല്ല, എൻ്റെ കുട്ടി ഒരിക്കൽ പോലും അങ്ങനത്തെ തെറ്റൊന്നും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല. എന്തിനാ വെറുതെ? നല്ല നല്ല കുടുംബത്തിൽ എത്രയോ പെൺകുട്ടികളുണ്ട്. അവരൊന്നും എനിക്ക് കണ്ണ് പിടിച്ചില്ലല്ലേ? നമ്മുടെ വീട്ടിൽ എച്ചിലെ പാത്രം കഴുകി ജീവിക്കുന്ന വേലക്കാരിയുടെ പെണ്ണിനെയാണോടാ നിനക്ക് കെട്ടാൻ തോന്നുന്നത്? ആ എച്ചിലെടുക്കുന്നവളുടെ മകളെയാണോ പുളിക്കൽ തറവാട്ടിലെ വലിയ മരുമോളാകാൻ നീ കൊണ്ടുവരാൻ നടക്കുന്നത്? നിനക്ക് നാണമില്ലടാ ആണുങ്ങളെപ്പോലെ സംസാരിക്കാൻ? തറവാടിൻ്റെ മാനം കപ്പൽ കയറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഒരുത്തൻ. ഉമ്മയുടെ ഓരോ വാക്കും ജസീറിൻ്റെ നെഞ്ചിലേക്ക് മൂർച്ചയുള്ള അമ്പുകൾ തറച്ചു കയറുന്ന പോലെയായിരുന്നു. താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ആ പാവം പെൺകുട്ടിയുടെയും അവളുടെ നിസ്സഹായാവസ്ഥയെയും ഉമ്മ അങ്ങനെ ക്രൂരമായി അധിക്ഷേപിക്കുന്നത് കേട്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സഫീർ ഓടി വന്ന് ഉമ്മയെ പിടിച്ചു മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഉമ്മ, മതി, പ്ലീസ് നിർത്ത്. ആ അമ്മാൻ്റെ മുമ്പ് നിങ്ങൾ എന്തൊക്കെയോ ഉമ്മ വിളിച്ച് പറയുന്നു? ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല, ഓളെ തലയിൽ പൂവിട്ട് പൂജിക്ക, അല്ല പിന്നെ പോയിക്കാജ് അവിടുന്ന്. ഉമ്മ സഫീറിനെ തള്ളി മാറ്റിക്കൊണ്ട് അതാ പറയുന്നു. അതേ ഈയും ഓൻ്റെ കൂടെ കൂടി എന്നെ പഠിപ്പിക്കാൻ വരണ്ട. കേൾക്കട്ടെ, ഓളും കൂടി എല്ലാം കേൾക്കട്ടെ. വളർത്തി വലുതാക്കിയ തള്ളയേക്കാൾ വലുതാണോ തനിക്കാ തെരുവിൽ കിടക്കുന്നവള്? അവളുടെ സൗന്ദര്യവും വർത്തമാനവും കണ്ട് കൂടെ ഇറങ്ങാൻ നിനക്ക് നാണമില്ലേ? അവസാനമായി പറയുകയാണ് ജസീറെ, ആ വഴിക്ക് ഇനി നീ പോയാൽ നബീസാക്ക് പിന്നെ മകനില്ല. നീ ചത്തു എന്ന് ഞാൻ കരുതിക്കോളാം. ഉമ്മ ദേഷ്യത്തോടെ വീടിനുള്ളിലേക്ക് കയറി വാതിൽ ശക്തിയായി അടച്ചു. പൂമുഖത്ത് ഉമ്മയുടെ വാക്കുകളുടെ അഘാതത്തിൽ തളർന്ന തറയിലേക്ക് ഊർന്നു നിന്ന് പൊട്ടിക്കരയുന്ന ജസീറിനെയാണ് രാത്രിയുടെ നിശബ്ദതയിൽ അപ്പോൾ കാണാൻ കഴിഞ്ഞത്. സഫീർ അവനെ കൈ പിടിച്ചു കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ജസീറിൻ്റെ മനസ്സിൽ തട്ടമിട്ട് നിൽക്കുന്ന ആ പാവം ആയിഷയുടെ നനഞ്ഞ കണ്ണുകൾ മാത്രമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഗ്രാമത്തിലെ വഴിവിളക്കുകൾ ഓരോന്നായി അണഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ആ ചെറിയ ഓലമേഞ്ഞ കൂരയിലെ ഒരു മൺവിളക്ക് മാത്രം പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നു. വാതിൽക്കൽ കാലടിപ്പടി കേട്ടതും മായ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു. തളർന്ന ശരീരത്തോടെ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണീർ തുള്ളികൾ അമ്മയുടെ തുണിയിൽ പടർന്നു പിടിക്കുന്നുണ്ടായിരുന്നു. മായ പരിഭ്രമത്തോടെ ചോദിച്ചു, അമ്മേ, എന്തു പറ്റി അമ്മേ? എന്തിനെങ്ങനെ കരയുന്നത്? അവിടെ പുളിക്കൽ തറവാട്ടിൽ എന്തെങ്കിലും നടന്നോ? അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മോളെ, ഇനി എന്ത് പറ്റാൻ? നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടി പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പുളിക്കൽ തറവാട്ടിൽ എച്ചിൽ പാത്രം കഴുകാൻ പോയത്. പക്ഷേ ഇന്ന് അവിടുത്തെ വലിയൊരു ബുദ്ധിമുട്ടിലാണിപ്പോൾ ഞാൻ. എന്നെയും നിന്നെയൊക്കെ പറ്റി പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നബീസമ്മ. അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അമ്മ തറയിലിരുന്ന് കൈകൾ തലയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു. മായയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. മായയുടെ കൈകൾ കൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചു. നീയായിട്ട് എന്തിനാ മോളെ അതിനൊക്കെ നിന്നത്? അതൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ പോലെ. നമ്മളെപ്പോലെ പാവങ്ങൾക്ക് അവരൊക്കെ വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാനൊക്കെ പറ്റുമോ? പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പദവിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളും അവരും തമ്മിൽ വളരെ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമല്ലേ മോളെ? പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയല്ലേ മോളെ? മോളെന്താ ഇങ്ങനെ? മോൾക്ക് അതിൽ നിന്ന് പിന്മാറിക്കൂടെ? അമ്മ അപേക്ഷിക്കുന്ന സ്വരത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ മോളെ. ജാതിയും മതവും പണമൊക്കെ പറഞ്ഞ് നമ്മളെ അവർ ചവിട്ടി മെതിക്കും. എനിക്കും നിനക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അതിൽ നിന്ന് മോളെ നിനക്ക് പിന്മാറിക്കൂടെ? അങ്ങനെ ഒരു ഇഷ്ടം അങ്ങ് തോന്നിക്കണമെങ്കിലേ അമ്മൻ്റെ കുട്ടിയതൊന്ന് മറന്നാളി പ്ലീസ്. മായയുടെ കവളിലൂടെ കണ്ണീർ ധാരധാരയെ ഒഴുകി. അവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുന്നത് പോലെ. അമ്മേ, ഞാനായിട്ടൊരു കാര്യത്തിനും പോയതല്ല. ഞാൻ അതിൽ നിന്ന് പിന്മാറാൻ ഒരുപാട് ശ്രമിച്ചതാ. ഇക്കയോടെ എത്രയോ തവണ പറഞ്ഞു എന്നെ ശല്യം ചെയ്തതെന്ന്. പക്ഷേ ജസീർക്ക് വീണ്ടും വീണ്ടും. അമ്മ ഇടയ്ക്ക് കയറി മായയുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ഇനി കാര്യമല്ല മോളെ. നീ പറയണം ഓനോട് ഇനി ഒരിക്കലും നിന്നെ ഇഷ്ടമല്ല എന്ന് തുറന്ന് പറയണം. എങ്കിൽ മാത്രമേ ആ ചെക്കൻ ഈ വഴിയിൽ നിന്ന് പിന്മാറൂ. അല്ലെങ്കിൽ നിനക്കൊരു സുഖവും സമാധാനം ഉണ്ടാവില്ല.
ആ നബീസത്ത് ഭയങ്കര കച്ചറയാണ് മോളെ. ഇന്ന് അവിടെ നടന്ന ഒച്ചപ്പാടും ബഹളവും കേട്ട് എൻ്റെ ചോര വറ്റിപ്പോയി. ദയവായി എൻ്റെ മോൾ ഇതിൽ നിന്ന് പിന്മാറണം. അമ്മയുടെ ഓരോ വാക്കും മായയുടെ നെഞ്ചിലേക്കാണ് കനൽക്കട്ട പോലെയാണ് വീണത്. കുറച്ചു മുമ്പ് ജസീർ തൻ്റെ കാതുകളിൽ ചൊരിഞ്ഞ ആ പ്രണയവാക്കുകൾ, നീ എൻ്റെ ആയുഷിയാണ്, എൻ്റെ മക്കളുടെ ഉമ്മയാകേണ്ടവളാണ് എന്ന ആ ആഗ്രഹങ്ങൾ എല്ലാം വെറുമൊരു കനൽ ജലം പോലെ മാത്രമാണെന്ന് അവൾക്ക് തിരിച്ചറിയുകയായിരുന്നു. മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. സ്വന്തം ജീവിതത്തിന് ഒരർത്ഥവുമില്ലാത്തതുപോലെ അവൾക്ക് തോന്നി. താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന ഇക്കയെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് തൻ്റെ അമ്മയുടെ ആത്മാഭിമാനത്തെയാണ് തകർക്കുന്നത്. ഒരു വശത്ത് ജീവൻ്റെ ജീവനായ ജസീർക്ക, മറുവശത്ത് പെറ്റമ്മയുടെ കണ്ണീരും മാനവും. പഠിച്ചോനെ, ഉമ്മ പറയുന്നത് പോലെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറണം. എൻ്റെ പ്രണയം എൻ്റെ അമ്മ ആരുടെയും മുമ്പിൽ തല കുനിക്കാൻ പാടില്ല. ജസീർക്ക, ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങളുടെ ആയുഷിയാകാൻ ഈ പാവം തുന്നൽക്കാരിക്ക് യോഗ്യമില്ല. ആ കൊച്ചുകൂരയിൽ ചോർന്നൊലിക്കുന്ന പടർപ്പുകൾക്ക് താഴെ 2 പാവം സ്ത്രീകൾ കണ്ണീരണിഞ്ഞ ശബ്ദത മാത്രം അവിടെ അവശേഷിക്കുന്നു. ജസീർക്കയോട് എല്ലാം തുറന്നു പറയണം. അതെ, ജസീർക്കയുടെ മനസ്സിലെ ആഗ്രഹം പുളിക്കൽ തറവാട്ടിലെ മരുമകളായി വരണം. ജസീറിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ജസീറിൻ്റെ ആയുഷിയായി അവിടെ കഴിയണം എന്നതായിരുന്നു ജസീർക്കയുടെ അതിയായ ആഗ്രഹം. ജസീർക്ക, മാപ്പ്. അതെ, അതൊന്നും സാധിപ്പിച്ചു തരാൻ എനിക്ക് കഴിയില്ല. അങ്ങയുടെ ഇഷ്ടത്തിനാണ് ഞാൻ നിന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ഉമ്മാക്ക് ഇത്രമാത്രം വെറുപ്പാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഇക്കയുടെ ഭാര്യയായി അങ്ങോട്ട് കടന്നു വരില്ല. അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഓരോന്നോർത്തു. എന്നാൽ ആ രാത്രി മുഴുവനും അതാ ജസീറിന് അവളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു. അവൻ മര്യാദക്ക് ഭക്ഷണം പോലും കഴിച്ചില്ല. എപ്പോഴും അവളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകൾ മാത്രം. ശരിക്കും അതെ, അവൾ എൻ്റെ ജീവൻ്റെ ജീവനാണ്. എനിക്ക് അവളില്ലാത്തൊരു ജീവിതം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ജസീർ ഓരോന്നാലോചിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ആയുഷിയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവൻ അതാ ഓരോ സ്വപ്നങ്ങൾ കാണുന്നത് പോലെ അവന് തോന്നി. ആയുഷ, നീ എൻ്റെതാണ്, നീ എൻ്റെത് മാത്രം. നീ ഇല്ലാത്തൊരു ലോകം എനിക്ക് വേണ്ട പൊന്നെ. അതെ, അവന് തോന്നുകയാണ് തൻ്റെ ആയുഷ തൻ്റെ കൂടെയുണ്ട് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.